എന്താ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നേ? നല്ല കാറ്റ്. ഗൈസ്, ഞങ്ങൾ എന്താ ഇപ്പൊ കാണാൻ പോകുന്നേന്നറിയോ? അത് നിങ്ങളെ കൂടി കാണിക്കാം അല്ലേ? ഗുഡ് മോർണിംഗ് ഗൈസ്. നിങ്ങളോടല്ല ഞാൻ പറഞ്ഞു, നമ്മളെ വീഡിയോ കാണുന്ന ഗൈസിനോടാ ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്ന് വേഗം ആണോ? എന്നാ പിന്നെ ഓക്കെ. അപ്പൊ എല്ലാരും കൂടി ഗുഡ് മോർണിംഗ്. ഞങ്ങളങ്ങനെ ഇന്നലെ റൂമിൽ എത്തിയത് വരെ നമ്മള് വ്ളോഗിൽ കണ്ടിരുന്നു. അപ്പൊ ഇന്നിതാ പുതിയ വേഷത്തിൽ എല്ലാരും ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ ഇവരുടെയൊക്കെ ഡ്രസ്സ് ഒന്ന് പരിചയപ്പെടുത്താം. എനിക്ക് ഡ്രസ് ഫ്രം സ്നാപ്ഡീൽ അല്ലേ? അപ്പൊ സനിത ഡ്രസ് ഫ്രം എവിടെ നാടി? അപ്പൊ എന്തായാലും ഒന്നുമില്ല, നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് എന്താ സ്പെഷ്യൽ നോക്കാം, അതിനുശേഷം നമ്മുടെ യാത്ര തുടരും. അപ്പൊ എന്തായാലും നമ്മുടെ വീട്ടിലുള്ള വ്ളോഗ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ഈ യാത്ര ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ക്ഷമിക്കുക, നമുക്ക് വീട്ടിലുള്ള വീഡിയോസ് ആയിട്ട് വരും അല്ലെ? അപ്പൊ നേരെ ബ്രേക്ക്ഫാസ്റ്റ്, അതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാലോ? മക്കളെ വാ, അളിയാ വാ, റെഡി അല്ലേ? ദുഃഖുനെ കാണിച്ചില്ല. ദുഃഖുനെ കാട്ടാൻ ദുഃഖു നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ. ദുഃഖു മുടിയെല്ലാം കെട്ടണത്ര. നന്ദപ്പൻ, ഇന്ദ്രപ്പൻ, വാ പോവാ. സെറ്റ് ചെയ്യുമ്പോഴേക്കും ബുഫേല് വന്നിട്ട് ഭക്ഷണം കഴിച്ചോന്ന് പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കമോൺ, എന്താ ഉള്ളതെന്ന് നോക്കാം. ഓ, ഇവിടെ ഒരുപാട് ഫുഡ് എടുത്തോന്ന്, പ്ലേറ്റ് എടുത്തോളൂ അവിടെ നിന്ന്. എന്നിട്ട് കൊറേ പടാനൊന്നും വേറെ ഇറക്കണ്ട. പൂരിയുണ്ട്, ഇത്രയും സാധനം ഉണ്ടായിട്ട് പൂരി അന്വേഷിച്ച് കണ്ടുപിടിച്ചേക്കണം. ഞാനൊരു കയറ്റം കയറാണ്ട് ക്യാമറ ഓഫ് ആക്കിട്ട്, എന്നിട്ട് വേണം നിങ്ങൾ കണ്ടോ എന്റെ പ്ലേറ്റില്. വാ, നമ്മളെ നോർമൽ സാധനമൊക്കെ വെച്ചടിക്കുന്നു. സാമ്പാറിനുള്ള കേക്കൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങളെല്ലാവരും വ്യത്യസ്തമായൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല എനിക്ക്. അതിവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ വാങ്ങുവാണോ? ചെറുത്തരാം. അപ്പൊ ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഏതാ എടുക്കണേന്നൊന്നും നമുക്കറിയില്ല. നമ്മളുള്ളത് പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ലത് നീ എങ്കിലും എടുത്തല്ല. നല്ല ബുൾസൈ ഓംലേറ്റ് അപ്പൊ കിട്ടുവാനോട് പറഞ്ഞു ഓംലേറ്റ് ഇടാണെന്നുള്ളത് എപ്പോഴും ചെല്ലി. രണ്ട് ഡബിൾ ഓംലേറ്റ്. അപ്പൊ നമ്മളിതാ ഹോട്ടൽ മാരിയേജ് ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. നമ്മളെ വണ്ടി ഇതാ ഇവിടെ ഉണ്ട് കേട്ടാ. ഗൈസ്, ഞങ്ങളപ്പോ കോയമ്പത്തൂർ റൂട്ടിൽ എവിടെയാണ് സ്ഥലം എന്ന് വെച്ചാല് അവിനാശി റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു 32 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. ഇപ്പൊ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഒരു ഫ്ലൈ ഓവർ. അങ്ങനെ ഒരു മലയും നല്ല മേഘമൊക്കെ അല്ല, മലയുണ്ട്, മലയമ്മ തട്ടി നിൽക്കുന്നതാണ് മേഘം. എന്താ ഒരു ഭംഗി തമിഴ്നാട് കാണാനല്ലേ? നല്ല രസം, അടിപൊളി ഫ്ലാറ്റുകളും നല്ല റോഡുകളും, ഒരുപാട് മാറ്റം അല്ലേ? വിജയണ്ണ ഉങ്ക ഊര് ரொம்ப ബ്യൂട്ടിഫുൾ ആയിருக்கு. നമ്മള് ഇപ്പൊ തമിഴില് ഇത് കണ്ട എന്തൊരു ഭംഗി. ഞങ്ങളിങ്ങനെ വീഡിയോയില് നിങ്ങളെ ഭംഗി എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോ നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ ഇതിലെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഓരോ ഭാഗവും ഭയങ്കര രസം കാണാൻ. മലയാണ് മൊത്തം. കാളൂസ് രണ്ടെണ്ണം വരുന്നത്. കാള ജല്ലിക്കെട്ട് കാള. അവരെല്ലാരും നിരന്ന യൂണിഫോം. തമിഴ് കുടുംബശ്രീന്റെ ആണ്. അത് എന്താണോ മലയാണ് ഇത് ഇനിയിപ്പോ നമുക്ക് 4 കിലോമീറ്റർ ഉള്ളൂ. മൊത്തത്തില് ഒരു മല അങ്ങോട്ട് കാണാം. നമ്മള് മലയോടെ അടുത്തോണ്ടിരിക്കണ. ഇത് കഴിഞ്ഞാ നമ്മള് മലയോടെ അടുത്തോണ്ടിരിക്കേണ്ടതാ. മലയോരത്ത് അല്ല, അത് പുഴയോരത്താണ്. എന്താ ഇതാ കണ്ടോ? ആ ഫ്രണ്ടിലും മല, അവിടെ തിരിഞ്ഞപ്പോ ഇവിടെ മല. ഇതിങ്ങനെ കേട്ട ചുറ്റപ്പെട്ട്
നോക്കിട്ടെ ഇവര് രണ്ടുപേരും ഇരിക്കണവര് പോയിക്കോ 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 വിട്ടോ വിട്ടോ എന്തോ കല്ല് കളിക്കണ്ട അവിടെ ഇരുന്നിട്ട് ഫോട്ടോളിയാ വിട്ടോ വിട്ടോ വിട്ടോളിയാ അവര് നല്ല സെറ്റ് കണ്ട അവര് ഭയങ്കര രസമാണ് ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് നോക്കിയാ ഇങ്ങനെയുള്ള പഴയ കാലഘട്ടം അങ്ങോട്ട് 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 റീൽസ് എടുത്തിടുന്നുണ്ട് അങ്ങോട്ട് 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 കൊല്ലംകോടെല്ലാം പോയിട്ട് ഇങ്ങനെയുള്ള സംഭവം തമിഴ്നാടാണെന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് തമിഴ്നാടിന്റെ ഭംഗി ഇത്രയും കാണുന്നത് അല്ലേ അളിയ നമ്മള് എപ്പോഴും പോയാലും പഴനി അവിടെ ഒക്കെ പോയിട്ട് പക്ഷെ ഇത്തവണ നമ്മള് ശരിക്ക് തമിഴ്നാടിനെ ആസ്വദിച്ച് നടന്ന് നമ്മള് വണ്ടിയിൽ സഞ്ചരിച്ച് ആസ്വദിച്ച് അതെ പക്ഷെ ഇത്തവണ ഇതുണ്ടോ ഇതെന്താ മോനെ അടിപൊളി ക്ഷേത്രം ഇപ്പൊ വെയിലാണ് മക്കളെ എന്തിനാണ് പണ്ടറ വെയിലുകൊണ്ട് നിങ്ങൾ മുരിയും നമ്മള് ജയറാമിന്റെ നിക്ക് നീ ഇപ്പൊ നിക്കുന്ന ഒരു സീനറി നോക്കി ഞാൻ എവിടെയോ ചെന്ന മറ്റേ ഒരു ഫോട്ടോഗ്രാഫി എവിടെയോ ചെന്നൊക്കെ പറയൂലേ അതുപോലെ ഇങ്ങോട്ടേക്ക് വെയിലത്തോട്ട് പോയാൽ പിന്നെ കാര്യമില്ല ആ ഇതുണ്ട് ബാക്കില് മൊത്തം മലനിരകൾ നല്ലൊരു സീനറി അല്ലെ എടുത്തു വെച്ചതുപോലെ ഉണ്ട് അത്ര ബ്യൂട്ടി നമ്മൾ ഇറങ്ങി ഇവിടെ അല്ലേ ആ പറഞ്ഞ പോലെ ഈ വ്ളോഗിൽ ഇവിടെ നേരത്തെ ഡ്രസ്സ് തുടങ്ങിയപ്പോ വേറെ ആയിരുന്നു പിന്നെ ഞങ്ങള് മാറ്റിച്ചു വിടാം അല്ലേ ഇതാ ഞങ്ങക്ക് ഇഷ്ടപ്പെടാത്തതിനാൽ ഡ്രസ്സ് മാറ്റി ഗൈസ് ഇത്ര ബ്യൂട്ടിയുള്ള സ്ഥലങ്ങൾ ഞങ്ങളിങ്ങനെ കണ്ടിട്ട് മതി വരാതെ നോക്കി നിക്കുക അല്ലെ ഫോട്ടോസ് എടുക്കുന്നു പിന്നെ സെന്റ് എടുക്കുന്നു റീൽ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു അല്ലെ അളിയാ ഫുള്ള് എടുത്തെടുത്ത് കണ്ടിട്ട് മതിയാവുന്നില്ല നമുക്ക് അല്ലെ അത്ര സ്റ്റൈല് നമ്മൾ പറഞ്ഞ് പ്രകൃതി ഭംഗിയെ പറ്റിയാണ് ഈ വീഡിയോ തുടങ്ങിയപ്പോ തൊട്ട് പറഞ്ഞത് അങ്ങനെ നമ്മളിത് ഇപ്പൊ അതിനോട് അടുത്തു ഈ മലയുടെ താഴെയായി ഞങ്ങള് ഇവിടെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടിരുന്ന വീഡിയോയില് ജയ്മോൻ സാറ് അതുപോലെ തന്നെ മകൻ സാർ ഇവിടെ ആണോ ആഹാ നമ്മളിപ്പോ പോകുന്നത് ഒരു മുളകിന്റെ കൃഷി നടക്കുന്ന ഒരു സ്ഥലത്തോട്ടാ കംപ്ലീറ്റ് വാഴ കൃഷിയാ ഇത് കാണുന്നില്ലേ ഫുള്ളായിട്ട് അപ്പൊ ഇത്ര ഭംഗിയുള്ള ഒരു സ്ഥലത്ത് വരാൻ പറ്റിയതും ഒക്കെ തന്നെ വലിയൊരു കാര്യം അപ്പൊ നമ്മുടെ ഇതിന്റെ ഒരു SPCന്റെ ഒരു പ്രൊഡക്റ്റുകളുടെ ഒരു ഗുണമാണ് ഈ കാണുന്ന വാഴത്തോട്ടം മൊത്തോട്ടം വാഴത്തോട്ടം മാത്രമല്ല ആ കാണുന്ന ചില്ലി നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാം ഉള്ളി ആ ഇതിനൊക്കെ സദർ സാറിന്റെ കയ്യിലിരിക്കുന്ന ആ 3 മരുന്നുകളാണ് ഇതിന്റെയൊക്കെ ഒരു ഈ നിൽക്കുന്ന വാഴകളുടെ ഒക്കെ ഒരു ഇതുപോലത്തെ ആ ഒരു ഇത് കിട്ടാനുള്ള കാരണം അപ്പൊ അതും കൂടി ഞാൻ കാണിച്ചേക്കാം ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടും അത് നോക്ക് എന്താല്ലേ തമിഴ്നാടിന്റെ ഒരു ഭംഗി നമ്മുടെ ഇടുക്കിനെയൊക്കെ വർണ്ണിക്കുമ്പോ തമിഴ്നാട്ടിൽ ഇതുപോലെ അടിപൊളി സ്ഥലങ്ങളുണ്ട് നിക്ക് ഇവിടെ ഇവരോടൊപ്പം മുളകെല്ലാം പറിച്ചാണ്ട് കൂടിയിട്ടുണ്ട് ഹെൽപ്പ് പണ്ട് സാമി എന്നാ ചൊല്ലിയത് അമ്മ എന്താല്ലേ 2 ഏക്കറോളം മുളക് കൃഷിയാ ആ പച്ചമുളക് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഇതില് പിറക്കാനും മറ്റേ മാറ്റാനൊക്കെ നിക്കാണ്ട് കൂടിയൊക്കെയാണ് അല്ലേ തമിഴും പഠിച്ച് അയ്യോ ക്ഷീണിച്ചു ഭംഗിയെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങക്ക് വിശന്ന് തളന്ന് ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിന് വാടല്ലേ ഞങ്ങക്ക് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ തന്നെ വന്നത് വീണ്ടും ഷൂട്ട് ഉണ്ട് ഇതിന്റെയൊക്കെ ഷൂട്ടിനൊക്കെ ആയിട്ട് നമ്മൾ വന്നത് അപ്പൊ ഇവിടെ ഈ മരത്തണല് നമ്മുടെ വണ്ടിയുടെ കിടപ്പുണ്ട് സാറുണ്ട് ഇവിടെ സാർ നമുക്ക് അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ പോവാ അല്ലേ നല്ല ഒരു വ്യൂവില് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ ഓ നമ്മൾ പോന്നതിന് ശേഷം മയിൽ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ദാ പോകുന്ന ഞങ്ങളെന്തായാലും ചോറ് കഴിക്കാൻ വേണ്ടി വന്നു അല്ലേ എനിക്ക് ചോറ് ഇവിടുത്തെ തമിഴ്നാട് ഒരു റൈസ് ഇല്ലേ പൊന്നിയതാ ഇത് ആ പൊന്നിയരി പിന്നെ വെജായിരുന്നു ചോറ് പക്ഷെ ചിക്കൻ ഞങ്ങൾ എക്സ്ട്രാ വാങ്ങി ബാക്കി കറികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ സാമ്പാർ അതിലേക്ക് തൈര് രസം അങ്ങനെ എല്ലാ സംഭവമുണ്ട് ഗൈസ് ഞങ്ങൾ എന്താ ഇപ്പൊ കാണാൻ പോകുന്നതെന്നറിയോ അത് നിങ്ങളെ കൂടി കാണിക്കാം അല്ലേ നമ്മളും കണ്ടിട്ടില്ല നിങ്ങളെ കൂടി കാണിച്ചു തരാം അല്ലേ പ്ലാൻ ഇട്ടതായിരുന്നു കസിൻസ് എല്ലാവരുമായിട്ട് കാണാൻ വരണം എന്നുള്ള പ്ലാൻ ഇട്ട് ചർച്ചകളെല്ലാം നടന്നതായിരുന്നു ഇപ്പൊ വളരെ യാദൃശികമായിട്ട് സാധിക്കാൻ വേണ്ടി പറ്റി അതെ വാടി എന്താ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നേ നല്ല കാറ്റ് നല്ല തണുപ്പ് പൊളി വൈബ് ഇപ്പൊ ഇവിടുത്തെ ലൈറ്റുകളൊക്കെ ഓഫ് ആവും പിന്നെ നമുക്ക് മുമ്പിൽ ഒരു അത്ഭുതം കാണാൻ വേണ്ടി പോകുന്നല്ലേ കാണാൻ നമുക്ക് വാ
being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi. ക്ലാരിറ്റി പോലെ When his stillness lasted for years on end, curious onlookers melted away. He transmitted the profound science of yoga in its full depth and dimension. In this magnificent state of yoga, many mysteries of the created and the uncreated cascaded upon his unbridled wild hair. Fathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed. Show me the way. And hence he is the Ardhanari, the ideal man, where one half of him is woman. This spectacular being is not of the past. എന്താ പറയാ, പ്രതീക്ഷിക്കാതെ ഇത് കാണാൻ വേണ്ടി പറ്റി. അതെ, മനസ്സ് നിറഞ്ഞു അല്ലേ? മനസ്സ് നിറഞ്ഞു. അതെ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും വന്ന് കണ്ടതാണ്. എന്നാലും നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോ നമ്മുടെ ഒരു സന്തോഷം. അതെ, നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഇങ്ങോട്ടേക്ക് വരാനും ഇത് കാണാനും പറ്റുന്നത്. അങ്ങനെ ഒരു ബാക്കി കൂടി കിട്ടി. ഉണ്ടായില്ല, അങ്ങനെ ഒരു പ്ലാനും ഉണ്ടായില്ല. പക്ഷെ അപ്രതീക്ഷിതമായി നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ വിചാരിച്ചു എന്തായാലും വന്ന് കാണാം. അത് നല്ല സമയം, കാരണം ലൈറ്റ് ഷോ നടക്കുന്ന ടൈം. അതെ, അപ്പൊ അതെ, അപ്പൊ എന്തായാലും നമ്മുടെ ഈ യാത്രയില് ഇവിടെ വെച്ച് നമ്മള് ഈ വ്ലോഗ് വൈൻഡപ്പ് അടിക്കുകയാണ്.
ഇനിയിപ്പോ നമ്മള് നാളെ ഒരു കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് റിട്ടേൺ തിരിച്ചു പോകും. അപ്പൊ ആ പോകുന്ന വഴികളൊക്കെ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലെ പഴയ കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ വൈകിട്ട് പഠിക്കാൻ വേണ്ടി പോയാണ്. അപ്പൊ എന്തായാലും അത് ഇവിടെ തന്നെ ആയതിൽ സന്തോഷം അല്ലേ. നല്ല കാറ്റ്. ടാറ്റാ. ഓക്കെ നളിയ, നമ്മുടെ യാത്ര നമ്മൾ വൈകിട്ട് പഠിക്കാണ്. ടാറ്റാ ബൈ ബൈ. അപ്പൊ അടുത്ത യാത്ര യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം അല്ലേ. ബൈ ബൈ. ഓക്കെ ടാറ്റാ.